ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫെയ്ത്ത് വിസ്പർ ചാനലിലേക്ക് സ്വാഗതം. സങ്കീർത്തനം 91 വഴി നിങ്ങളുടെ വീടിന് ചുറ്റും എങ്ങനെ സംരക്ഷണം നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ദൈവവചന ഭാഗം പങ്കിടുന്നത്. നമ്മളിൽ മിക്കവർക്കും ഒരു മുറിയിലെ അന്തരീക്ഷം അനുഭവിക്കാൻ കഴിയും. ഒരു മുറിയിലേക്ക് കയറുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് നമ്മൾ സ്വയം ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് ഒരിക്കലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. നേരെ മറിച്ച് ചിലപ്പോൾ ചില മുറികളിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്വാഗതവും സുരക്ഷിതത്വവും ഒക്കെ തോന്നുകയില്ലേ? അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു അന്തരീക്ഷം വളരെ ശക്തമായ ഒരു കാര്യമാണ്. അത് അതിലെ ആളുകളുടെ മാനസികാവസ്ഥയെ നിർണ്ണയിക്കുന്നുണ്ട്, ബന്ധങ്ങളെയും സ്വാധീനിക്കും. അതിനാൽ നിങ്ങളുടെ വീടിന് ചുറ്റും സങ്കീർത്തനം 91 സംരക്ഷണം നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം സജ്ജമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം പലപ്പോഴും ഭയം, ഉത്കണ്ഠ, അവിശ്വസ്തത, വിവാഹമോചനം, അസഭ്യമായ ഭാഷ ഉപയോഗിക്കൽ, കോപം, ലൈംഗിക അധാർമികത, മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഭയം, കോപം, നിഷേധാത്മകത, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ചില സമയത്ത് നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള മോശമായ മനോഭാവങ്ങളും വിമർശനങ്ങളും വഴക്കും മോശം ഭാഷ, ഇങ്ങനെയുള്ള പലതും നമ്മൾ നേരിട്ട് അനുഭവിച്ച് അറിയേണ്ട നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. നമ്മുടെ കുടുംബങ്ങളിൽ കൗമാരക്കാരുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തെയും മനസ്സിനെയും സ്വതന്ത്രമാക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന പല സംസാര ഭാഷകളും നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. സങ്കീർത്തനം 91 പറയുന്നത് തന്നിൽ സ്നേഹമർപ്പിക്കുന്നവരെ ദൈവം വിടുവിക്കുന്നു എന്നാണ്. നമ്മുടെ വീടുകളിൽ കലഹം, ക്ഷമയില്ലായ്മ, മത്സരം, കോപം അല്ലെങ്കിൽ അഹങ്കാരം എന്നിവയ്ക്ക് അനുവദിക്കുമ്പോൾ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സംരക്ഷണത്തിൽ നിന്ന് നാം പുറത്തു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രശ്നങ്ങൾ അവഗണിക്കുകയും അവ സ്വയം ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം അവ ഉടനടി പരിഹരിക്കേണ്ടത് വളരെ പ്രധാനമായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ കുടുംബത്തിനും വീടിനും നാശമുണ്ടാക്കുന്ന ഏതൊരു മനോഭാവങ്ങളോ സാഹചര്യങ്ങളോ നിർത്താൻ ഒരു തീരുമാനമെടുക്കുക. ഏതെങ്കിലും തെറ്റായ ആത്മാവോ മനോഭാവമോ അന്തരീക്ഷമോ നിങ്ങളുടെ വീട്ടിൽ വേരൂന്നാൻ ശ്രമിക്കുമ്പോൾ സംഭാഷണത്തിന് സുരക്ഷിതമായ ഒരു സ്ഥലം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ നിയമങ്ങൾ, അതിരുകൾ സ്ഥാപിച്ചുകൊണ്ടും നിങ്ങളുടെ കുടുംബത്തിനു മേൽ ദൈവവചനം പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടും ഉടനടി അതിനെ നേരിടുകയാണ് ചെയ്യേണ്ടത്. നാം അതിനായി അഭിഷേക തൈലം ഉപയോഗിക്കണം. നമ്മുടെ വിശ്വാസം അനുസരിച്ച് നാം അഭിഷേക തൈലം ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങളുടെ വീടിൻ്റെ മുൻവാതിലുകളിലും എല്ലാ വാതിലുകളിലും തൈലം പൂശുക. എല്ലാ മുറികളിലേക്കും നിങ്ങളുടെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുക. അതിൻ്റെ ദിവ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നന്ദി പറയുകയും ചെയ്യുക. യെശയ്യാ 10:27 പറയുന്നുണ്ട്, അഭിഷേക തൈല നിമിത്തം നുകം തകർന്നു പോകുമെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സങ്കീർത്തനം 91 മനഃപാഠമാക്കി നമ്മുടെ കുടുംബത്തിനും വീടിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം ആരംഭിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് ഈ തിരുവെഴുത്ത് എഴുതി നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാം, നമ്മുടെ വാഹനത്തിൽ സൂക്ഷിക്കാം. അത് ഉറക്കിയൊരു പ്രഖ്യാപനമായിട്ട് നമ്മൾക്ക് പറയാം, സങ്കീർത്തനം 91 എൻ്റെ വീടിനും കുടുംബത്തിനും മുകളിലാണ് ഞാനെന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ നമ്മളുടെ ജീവിതത്തിലും വീട്ടിലും നമ്മൾ ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ചുറ്റും തൊടാൻ കഴിയാത്ത ഒരു സംരക്ഷണ കോട്ടയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് നടപടിയെടുക്കാൻ കഴിയുക, ദൈവത്തിൽ ആശ്രയിക്കുക, അവന് മാത്രം നൽകാൻ കഴിയുന്ന സംരക്ഷണത്തിലും അനുഗ്രഹത്തിലും വിശ്രമിക്കുക. സങ്കീർത്തനം 91 ചൊല്ലി നമ്മൾക്ക് പ്രാർത്ഥിക്കാം.
സങ്കീർത്തനം 91. കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന് നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടുനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും.